നഗരത്തിലെ പ്രധാന ആശുപത്രിയുടെ 4ാം നിലയിലെ ലേബർ വാർഡിന് എപ്പോഴും മരുന്നിന്റെയും ഒപ്പം പ്രതീക്ഷയുടെയും ഒരു ഗന്ധമുണ്ട്. അവിടെ ഹിമ ഒരു നഴ്സ് മാത്രമായിരുന്നില്ല, വേദനയുടെ കടൽ കടക്കാൻ തുണ നിൽക്കുന്ന ഒരു മാലാഖയായിരുന്നു. ഒരു മഴയുള്ള രാത്രിയിലാണ് മീരയെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. മീരയുടെ ആദ്യത്തെ പ്രസവമാണ്. പുറത്ത് ഇടിമുഴങ്ങുന്നുണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാൾ വലിയൊരു പേടി മീരയുടെ കണ്ണുകളിൽ ഹിമ കണ്ടു. കൂട്ടിന് ഭർത്താവോ അമ്മയോ ആരുമില്ല, ഒരു ദൂരബന്ധുവായ സ്ത്രീ മാത്രം പുറത്ത് വരാന്തയിലുണ്ട്. വേദനയുടെ നിമിഷങ്ങൾ. എനിക്ക് പേടിയാകുന്നു സിസ്റ്ററെ, എനിക്ക് വയ്യ. മീര വിറയലോടെ ഹിമയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. മീരെ, ഈ വേദന നിനക്ക് ഒറ്റക്കല്ല, നിന്റെ ഉള്ളിലുള്ള ആ കുഞ്ഞു ജീവനും പുറത്തേക്ക് വരാൻ ഇതേപോലെ കഷ്ടപ്പെടുന്നുണ്ട്, പേടിക്കരുത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന വേദന. ഹിമയുടെ കൈകളിലെ തഴമ്പ് മീരയുടെ നഖങ്ങൾ ആഴ്ന്നിറങ്ങിയതായിരുന്നു. പുലർച്ചെ 3 മണിയോടെ ആ മുറിയിൽ ഒരു പിഞ്ചുകുഞ്ഞിന്റെ കരച്ചിൽ മുഴങ്ങി. ഒരു ആൺകുഞ്ഞ്. പക്ഷേ മീരയ്ക്ക് അവനെ ഒന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല. അമിതമായ രക്തസ്രാവം കാരണം അവൾ ബോധരഹിതയായി. ഡോക്ടർമാരും നഴ്സുമാരും പെട്ടെന്ന് തന്നെ തീവ്രപരിചരണത്തിലേക്ക് അവളെ മാറ്റി. കുഞ്ഞിനെ ഹിമയാണ് പരിചരിച്ചത്. ഹിമ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു പിടിച്ച് മെല്ലെ താരാട്ടുപാടി ഫോർമുല മിൽക്ക് നൽകി. ആ ചൂടിൽ കുഞ്ഞ് ശാന്തനായി ഉറങ്ങി. 2 ദിവസങ്ങൾക്ക് ശേഷം മീര കണ്ണ് തുറന്നു. വിളറി വെളുത്ത മുഖം. അവൾ ആദ്യം തിരഞ്ഞത് തന്റെ കുഞ്ഞിനെയായിരുന്നു. ഹിമ കുഞ്ഞുമായി അവളുടെ അടുത്തേക്ക് വന്നു. ഇതാ നിന്റെ പോരാളി, ഇവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഹിമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മീര കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ ഹിമയുടെ കൈകളിൽ പതുക്കെ പിടിച്ചു. സിസ്റ്ററെ, അന്ന് രാത്രി എനിക്ക് ശരിക്കും ബോധമുണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ വേദനയിൽ ആരോ എന്റെ തലയിൽ തലോടുന്നുണ്ടായിരുന്നു, ആരോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് ഹിമ ചേച്ചിയായിരുന്നല്ലേ? ഹിമ മറുപടിയായി ഒരു ചെറുപുഞ്ചിരിയോടെ മീരയുടെ നെറ്റിയിൽ ഒന്ന് തൊട്ടു. ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഹോസ്പിറ്റലിന്റെ പടികൾ ഇറങ്ങുമ്പോൾ ഹിമ തന്റെ കൈവെള്ളയിലെ നഖപ്പാടുകളിലേക്ക് നോക്കി. ഓരോ മുറിവും ഓരോ കഥയാണ് പറയുന്നത്, ജീവൻ തുടിക്കുന്ന കഥകൾ. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.